ാക്കി മാറ്റിയ നമ്മുടെ രാമനുണ്ണി സാറിനും ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ടോപ്പിക്കിലേക്ക് ഞാൻ കിടക്കാം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൈൻഡ്ഫുള്ളിനെ കുറിച്ചാണ്. എന്താണ് മൈൻഡ്ഫുൾനെസ്? ഒരു നിർദ്ദേശമുള്ളത്, എല്ലാവരും ഒന്ന് വീഡിയോ ഓപ്പൺ ചെയ്യാമോ? എല്ലാവരുടെയും മുഖം ഒന്ന് കാണട്ടെ. ചിരിക്കുന്ന മുഖം എനിക്ക് കാണാൻ ഭയങ്കര താല്പര്യം. ദിനേശ് ശങ്കർ സാറിനെ പോലെ ചിരിക്കുമോ? ഞാൻ ഈ കുറച്ചുപേരെയൊക്കെ കാണുന്നുള്ളൂ. എങ്കിലും ഇതിലേറ്റവും മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ ദിനേശ് ശങ്കർ സാറാണ്. അപ്പൊ നമുക്ക് ദിനേശ് ശങ്കർ സാറിന്റെ ആ മുഖത്തിൽ നിന്ന് തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ് വായിച്ചെടുക്കാൻ പറ്റും. എന്താണ് മൈൻഡ്ഫുൾനെസ്? നമ്മൾ ഈ നിമിഷത്തെ അതേപടി നമ്മുടെ ശരീരത്തെയും വികാരത്തെയും മനസ്സിനെയും എല്ലാം ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതാണ് മൈൻഡ്ഫുൾനെസ്. ഈ ഇരിക്കുന്ന അല്ലെ ഈ എന്നെ ശ്രവിക്കുന്ന എല്ലാ ആൾക്കാരും മൈൻഡ്ഫുള്ളാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ മൈൻഡ്ഫുൾനെസ്സിലാണോ ഇരിക്കുന്നത്? ഓക്കെ സാർ. മനോജ് സാർ, സന്തോഷം. മനോജ് സാറിനെ കണ്ടാൽ തന്നെ ആ ഒരു മൈൻഡ്ഫുൾ ഭാവത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അൻവിന്ദ മാമിന്റെ നല്ല പുഞ്ചിരി, നമ്മൾ പ്രഭാകരൻ സാറിനെ കാണുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഈ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ശരിക്കും ഈ നിമിഷത്തിലാണ്. കാരണം നിങ്ങളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന ഈ ഒരു അവസരം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുകയാണ്. കാരണം ഇന്ന് ഈ ഇതിൽ 64 ആൾക്കാരാണ് എൻ്റെ ഈ ചെറിയ ഭാഷണം ശ്രവിക്കുന്നത്. തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് എന്ന വാക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. നമുക്ക് എല്ലാവർക്കും ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, അത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് നമ്മൾ പലപ്പോഴും മാറിപ്പോവാണ്. ഇപ്പൊ നേരത്തെ ദിനേശ് ശങ്കർ സാർ എന്നെ പരിചയപ്പെടുത്തി, അല്ലെ? ഞാനൊരു വെറ്റനറി ഡോക്ടറായിരുന്നു. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ പലർക്കും അറിയാം ഞാനൊരു വെറ്റനറി ഡോക്ടറാണ്. ഇപ്പം റിട്ടയറായി. അതോടൊപ്പം തന്നെ ഞാനൊരു മാരത്തോൺ റണ്ണറാണ്. അത്യാവശ്യം പാട്ട് പാടും, അത്യാവശ്യം ഡാൻസ് കളിക്കും. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു മൈൻഡ്ഫുൾ ആക്ടിവിറ്റിയാണ്. ഇപ്പൊ ചോദിക്കും, മാരത്തോൺ റൺ നിങ്ങൾക്ക് എങ്ങനെ മൈൻഡ്ഫുൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ പറയും അത് പറ്റും. കാരണം മാരത്തോൺ എന്ന് പറഞ്ഞത് ഒരു 42 കിലോമീറ്റർ നമ്മൾ ഓടുമ്പോൾ നമ്മൾ ഈ നിമിഷത്തിലല്ലെങ്കിൽ നമ്മൾ പല കാര്യം കൊണ്ട് നമ്മൾ ഇടയ്ക്ക് നിർത്തിപ്പോകും. കാരണം നമ്മുടെ മാരത്തോൺ കംപ്ലീറ്റ് ആകുന്നത് നമ്മുടെ ഫിസിക്കൽ മാത്രമല്ല, നമ്മളെ മെന്റൽ പവറും കൂടിയാണ്. അപ്പം ആ മെന്റൽ ആക്ടിവിറ്റീസിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന് അത് നമ്മൾ ആ 42 കിലോമീറ്റർ ഫിനിഷ് ചെയ്യുന്നവരെ നമ്മളൊരു മൈൻഡ്ഫുൾ ആക്ടിവിറ്റിയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഏത് നിമിഷവും വേണമെങ്കിൽ നിർത്തിപ്പോരാം. അപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരു മാരത്തോൺ ആക്ടിവിറ്റിയാണ്. പല ചലഞ്ചസ് വരും, പലതരം എതിർപ്പുകൾ വരും. ചില സമയത്ത് നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ടേച്ച് പോയേക്കാം എന്നുള്ള തോന്നൽ വരാം, അല്ലെ? അതാണ് സാധാരണ ജനങ്ങളിൽ സൂയിസൈഡ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്. ഈ ജീവിതം തന്നെ ഇട്ടേച്ച് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസിലേക്ക് വരാത്തതുകൊണ്ടാണ്. ഈ നിമിഷത്തെ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുള്ളായിട്ട് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഇതിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിനേശ് ശങ്കര സാർ പറഞ്ഞു, വളരെ അധികം റിട്ടയർമെന്റിന് ശേഷവും വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. യോഗ മെഡിറ്റേഷൻ എൻ്റെ ഒരു ജീവിത രീതിയാണ്.
ഏകദേശം എനിക്ക് യോഗയായിട്ട് ഒരു 18 വർഷത്തെ കണക്ഷൻ ഉണ്ട്. 2006 ഞാൻ ശരിക്ക് യോഗയായിട്ട് കണക്ഷൻ വരുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഇല്ലെങ്കിൽ പോലും, പക്ഷെ ഈ ഒരു വർഷം തുടർച്ചയായിട്ട് ഞാൻ ശരിക്കും യോഗ ടീച്ചർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ യോഗ എനിക്ക് സ്വന്തമായിട്ടൊരു യോഗ സെന്റർ ഉണ്ട്. കുറച്ചുപേരെങ്കിലും എൻ്റെ യോഗ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഞാൻ സ്വയം പഠിക്കുകയും ചെയ്യുന്നു. പഠിപ്പിക്കുക എന്ന രീതി നമ്മളെ കുറേയും കൂടി ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ യോഗയാണ് എന്നെ ഈ ഒരു മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസിലേക്ക് എന്നെ എത്തിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഞാനിവിടെ പറയാൻ പോകുന്നത് എന്നെ മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസിലേക്ക് എത്തിച്ചതിന്റെ എങ്ങനെയാണ് അത് യോഗയായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാണ്. അപ്പൊ എന്റെ PPT ഞാൻ ഷെയർ ചെയ്യാം. സാറെ കാണാമോ? കാണാം സാർ. സ്ലൈഡ് ഷോ കാണാം. ഓക്കെ സാർ, ഫൈൻ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. യോഗ ആൻഡ് മെഡിറ്റേഷൻ ഇൻ ഡെയിലി ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേര് ഇവിടെ യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? ചാറ്റിൽ ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, കുറച്ചു പേരെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെന്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഇതാണ്. At the end of the session, all the participants should be able to do simple yoga and meditation. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ യോഗ ചെയ്യാൻ തീരുമാനം എടുത്തിരിക്കും എന്ന് ഞാൻ പറയാം. അതെന്റെ ഒരു കോൺഫിഡൻസ് ആണ്, എന്റെ ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ഓഫ് യോഗയെ കുറിച്ച് പറയാം. ബോഡി, മൈൻഡ് ആൻഡ് സെൽഫ്. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ നിമിഷത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ശരീരത്തെയും മനസ്സിനെയും ബാലൻസ് ചെയ്യിക്കണം. അതാണ് യോഗ ചെയ്യുന്നത്. യോഗ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രെത്ത് നമ്മൾ എന്തായാലും മനസ്സിലാക്കി. നമുക്കറിയാം, ശരീരത്തെ മനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് ശ്വാസമാണ്. ശ്വാസമാണ് നമ്മളെ മനസ്സിനെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വികാരങ്ങളെ പോലും നിയന്ത്രിക്കുന്ന ശ്വാസമാണ്. നമുക്കറിയാം, നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസത്തെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യാറില്ല. അതേസമയത്ത് ദുഃഖം വരുമ്പോൾ നമ്മുടെ ശ്വാസം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മനസ്സും ശരീരവും കണക്ട് ചെയ്യുന്നത് ബ്രത്തിലാണ്. ഇപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രത്ത്. ബ്രത്തിന്റെ ഏറ്റവും സബ്റ്റിൽ ഫോമാണ് പ്രാണ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ എനർജൈസ് ചെയ്യുന്നത് പ്രാണയിലൂടെയാണ്. അവിടെയാണ് നമ്മൾ പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെ, നമ്മളൊരു വ്യക്തി എന്ന നിലക്ക് നമ്മളുടെ നിലനിൽപ്പ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യോഗ അധ്യാപകൻ എന്ന നിലക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഇതാണ്. ഒന്ന്, ബോഡി, ശരീരമുണ്ട് നമുക്ക്, അല്ലെ. നമ്മളെന്ന് പറയുന്നാൽ ഇത് ഞാൻ ഒരു മുരളീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ശരീരമാണ്. ശരീരം മാത്രം മതിയോ? ശരീരത്തോടൊപ്പം എന്ത് വേണം? ശ്വാസം വേണം. ഒപ്പം എന്ത് വേണം? മൈൻഡ് ഉണ്ട്. അടുത്തതോ, ഇന്റലക്ട്. നമുക്കൊരു ബുദ്ധി വേണം, മെമ്മറി വേണം, ഓർമ്മ വേണം, ഈഗോ വേണം. അടുത്ത സെൽഫ്. ഈ 7 ലെവൽ ഓഫ് ആണ് നമ്മളെ നിലനിർത്തുന്നതാണ് ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ശരീരമാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും. ശരീരം പെർഫെക്റ്റ് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബോഡി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, ശരിക്കും പറഞ്ഞ ഒരു യന്ത്രമാണെങ്കിൽ, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു യന്ത്രം അല്ലെങ്കിൽ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പൊ ഈ ശരീരത്തെ ശരിയായ രീതിയിൽ അതിനെ മുന്നോട്ട് നയിക്കുമ്പോൾ ഈ മറ്റ് ഘടകങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന്റെ ശ്വാസം. അപ്പൊ നമ്മുടെ മനസ്സും അതുമായിട്ട് കണക്റ്റഡ് ആണ്. ശരീരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് മനസ്സും വർക്ക് ചെയ്യുന്നത്.
നമുക്ക് മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പല ചലഞ്ചസ് ഉണ്ട്. മനസ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതേസമയത്ത് ശരീരത്തെ നമുക്ക് എളുപ്പത്തിൽ ട്രെയിൻ ചെയ്യാം. ഇപ്പൊ യോഗയിൽ നമ്മൾ പല ആസനങ്ങളിലൂടെയും നമ്മുടെ ചെയ്യുന്നതോടൊപ്പം അതിനനുസരിച്ച് നമ്മൾ ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക ചെയ്യും. ശ്വാസത്തെയും ശരീരത്തെയും ചില ആസനങ്ങളിലൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേക്കും നമ്മുടെ മനസ്സും അതോടൊപ്പം ഇന്റലക്റ്റും മെമ്മറിയും എല്ലാം ഷാർപ്പായി വരികയും നമ്മുടെ ഈഗോ ബാലൻസ്ഡ് ആവുകയും ചെയ്യും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ 7 ലെവലും നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ശരീരത്തിലാണ് നമ്മൾ ആദ്യം നമ്മൾ കൈവകുന്ന ശരീരമാണ്. ഈ ശരീരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ശരീരം ചെയ്യുന്നതോടുകൂടി നമ്മൾ ശ്വാസത്തിലും മനസ്സിലും അതുപോലെ ഇന്റലക്റ്റിലും മെമ്മറിയിലും ഒക്കെ നമ്മൾ ഷാർപ്പൻ ചെയ്തുകൊണ്ടേ വരും. ഓരോ ദിവസവും ചെയ്യുന്നതോറും അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരും. ശരീരം പക്കയാവും. നമ്മുടെ ശ്വാസം നല്ല ശരിയായ രീതിയിൽ ഷുഗറിങ് ഇല്ലാത്ത ശ്വാസം, അതങ്ങനെയാ പറയാം. നമ്മൾ മെഡിറ്റേറ്റീവ് ഒരു ഇതിൽ ശ്വാസം എപ്പോഴും വളരെ ആയാസകരമായിട്ടുള്ള ശ്വാസമായിരിക്കും. അപ്പൊ അത് അങ്ങനെ ആയി മാറണമെങ്കിൽ ഇപ്പൊ നമുക്കെന്നെ അറിയാം, പലപ്പോഴും നമ്മുടെ ശ്വാസത്തിന്റെ രീതി തന്നെ വ്യത്യാസമായിരിക്കും. അപ്പൊ അതെല്ലാം കറക്റ്റ് ചെയ്ത് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. ഓവറോൾ ഒക്കെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് യോഗ വഴി നമുക്ക് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ ഈ ഒരു 58ാമത്തെ വയസ്സിലും നേരത്തെ ദിനേശ് സാർ പറഞ്ഞ പോലെ വളരെ എനർജറ്റിക് ആയിട്ടും എക്സൈറ്റഡ് ആയിട്ടും 42 കിലോമീറ്റർ ഒക്കെ ഓടാൻ കിട്ടുന്നതും ഡാൻസ് കളിക്കാൻ പറ്റുന്നതും പാട്ട് പാടാൻ പറ്റുന്നതും ഒക്കെ പറ്റുന്നത് ഈ എൻ്റെ ഈ ഒരു യോഗ ദിനചര്യയാക്കി മാറ്റിയതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും അത് പറ്റും എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഗ്യാരണ്ടി തരാം. കാരണം ഒരു 2012 മുതൽ യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഓരോ വ്യക്തികളിലുമുള്ള മാറ്റം എന്താണെന്ന് കണ്ട് അവരിലുണ്ടാവുന്ന ഇമ്പ്രൂവ്മെന്റ്, അവരിലുണ്ടാവുന്ന സന്തോഷം, അത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് 100% എനിക്ക് പറയാൻ പറ്റും. ഓരോ വ്യക്തികളും നമ്മൾ യോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഇന്റലക്റ്റും മെമ്മറിയും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഒരു പുതിയ ആളായിട്ട് മാറാം. ഞാൻ സാധാരണ പറയുന്ന കാര്യം ലാസ്റ്റ് 2 minutes. ഓക്കെ, ഓരോ ദിവസവും നമ്മളൊരു പുതിയ ആൾക്കാരായി മാറുകയാണ്. അപ്പം നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഓരോ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും മെമ്മറിയെയും ഷാർപ്പൻ ചെയ്യുന്ന രീതിയിലേക്ക് യോഗയിലൂടെ നമുക്ക് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അടുത്തതാണ് മെഡിറ്റേഷൻ. ശരിക്കും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ആൾക്കാരോടും ചോദിക്കും, എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷന്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ ഗൈഡഡ് മെഡിറ്റേഷനോട് ചെയ്തിട്ട് തന്നെ പയ്യെ നമ്മൾ സ്വന്തമായിട്ട് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്വയം ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ അതിനെപ്പോഴും ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒരു സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഒന്ന് ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. എന്ത് മനോഹരമായ ശ്വാസമാണെന്ന് നോക്കിക്കോളൂ. നമ്മുടെ ശരീരം എന്ത് ബ്യൂട്ടിഫുൾ ആണ്. സ്വയം നമുക്ക് ഒന്ന് ആഹ്ലാദത്തോടെ ശരീരത്തെയും ബ്രത്തിനെയും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കണ്ണു തുറന്നോളൂ. ഇത്രയും മതി. നമ്മുടെ ശ്വാസത്തെയും മനസ്സിനെയും ശരീരത്തെയും ഒന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് മെഡിറ്റേഷൻ. അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനെയായിരിക്കും നമ്മളെ ഒരു മൈൻഡ്ഫുൾ ആക്ടിവിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റും. ഓരോരുത്തരും ഒരു മൈൻഡ്ഫുൾ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ആൾക്കാരായി മാറട്ടെ. തീർച്ചയായിട്ടും ഉതകുന്ന രീതി എൻ്റെ ഈ ഒരു ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഏതൊരു വ്യക്തിയെയും മൈൻഡ്ഫുൾ ഉള്ള വ്യക്തികളാക്കി മാറ്റാനും ഒരു നല്ല വ്യക്തിത്വമാക്കി മാറ്റാനും
എന്നെ പോലെ എന്ന് ഞാൻ പറയും. കാരണം അത്രയും എന്തൂസിയാസം ആയിട്ടുള്ള ഒരു മാരത്തോൺ റണ്ണറും ഒരു ഡാൻസറും പാട്ടുകാരനുമായിട്ടുള്ള ഒരു വ്യക്തിത്വം പോലെ ഓരോരുത്തരും ആയി തീരാൻ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ദിനേശ്. താങ്ക് യു സർ, താങ്ക് യു. ചെറിയ സമയത്തിനുള്ളിൽ വളരെ നന്നായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാനുള്ള കുറച്ച് പ്രോസസ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സാർ പകർന്നു തന്നു. ഒരുപാട് പേർക്ക് അതൊരു ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ട് മാറട്ടെ. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു സർ. ഇനി അടുത്തത് കൊച്ചിയിൽ നിന്നാണ് അടുത്തൊരു വ്യക്തി നമുക്ക് ട്രെയിനിങ് എടുക്കാൻ വരുന്നത്. ശ്രീമതി സസ്ന അൻസാർ മാം ഒരു വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ടും കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഒക്കെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ട്രെയിനറാണ്, ഒരു ഓണ്ടർപ്രണറാണ്. ഏറ്റവും നന്നായിട്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആനന്ദത്തോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവിധ സ്നേഹത്തോടും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സസ്ന മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓവർ ടു യു മാം. താങ്ക് യു ദിനേശ്. കേൾക്കാമോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ മാം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ദിനേശ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്, നമസ്കാരം. ദിനേശ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ ട്രെയിനിങ് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടും പാരന്റ്സിന് വേണ്ടിയിട്ടും മോട്ടിവേഷണൽ സെഷൻസുകളാണ് കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷന് വേണ്ടി പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറീസ് റെഫർ ചെയ്യാറുണ്ട് നോർമലി. അതിന് റിലേറ്റ് ചെയ്തിട്ട് ആ സംഭവത്തിനോട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കോട്ട് കിട്ടുകയാണെങ്കിൽ ആ കോട്ടിനെ റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇന്നലെ ഇതിനെ റിലേറ്റ് ചെയ്ത് ഇന്നിവിടെ നമ്മളൊരു ടോപ്പിക് ചർച്ച ചെയ്യാൻ പോകുമ്പോൾ, സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങളോട് കൺവേ ചെയ്യാൻ പറ്റിയ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ റെഫർ ചെയ്തപ്പോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ള ഒരു വാക്ക് എന്റെ കണ്ണുകളിൽ ഉടക്കി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളായിരിക്കുന്ന പരിസരം വൃത്തിയാക്കാറുണ്ടോ? നിങ്ങളായിരിക്കുന്ന പരിസരം വൃത്തിയാക്കാറുണ്ടോ? അതിന്റെ ശകലം ഇതാണ്: നമ്മുടെ വീടും നമ്മളുടെ ചുറ്റുപാടും കച്ചറയും മാലിന്യങ്ങളും നിറയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തത് മാറ്റി മറ്റുള്ളവരുടെ മുൻപിലെങ്കിൽ അത് ഭംഗിയാക്കി വെക്കാൻ അത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ എന്ന പരിസരം നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കുമ്പോ അത് എത്രത്തോളം മാലിന്യമുണ്ട്, അല്ലെങ്കിൽ അത് ആ മാലിന്യം നീക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ആ മാലിന്യം നീക്കി നമ്മുടെ പൊതുജീവിതത്തിലേക്ക് നമ്മൾ ചുവടുകൾ മാറ്റി വെക്കാറുണ്ടോ എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് പകർന്നു തരണമെന്നാണ് ഞാൻ ഈ സെഷനിലൂടെ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ കഥ. വിദർഭയിലെ ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരു കോൺസ്റ്റബിളിന്റെ 6 മക്കളിൽ ഒരുവളായിട്ടാണ് കൽപ്പന ജനിച്ചത്. സാധാരണ കുട്ടികളെ പോലെ തന്നെ വളരെ ഊർജ്ജസ്വലയായിരുന്നു അവൾ. കളിക്കാനും പാടാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ആ ക്വാർട്ടേഴ്സിലെ മറ്റു കുട്ടികളെക്കാളൊക്കെ മിടുക്കിയായിരുന്നു അവൾ. സ്കൂളിലാണെങ്കിലും പഠനത്തിലും പഠനേതര കാര്യങ്ങളിലെല്ലാം മികച്ചു നിൽക്കുന്നവൾ. പക്ഷെ അവൾ വളർന്നു വലുതായി വരുന്ന സാഹചര്യത്തില് അവൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടിയായതുകൊണ്ട് മറ്റുള്ള ആളുകൾ അവരുടെ കുട്ടികളെ കൽപ്പനയുമായി കളിക്കുന്നതിൽ നിന്നും അകറ്റി. സ്കൂളിലാകട്ടെ അധ്യാപകർ അവളെ പാഠ്യേതര പ്രവർത്തികളിൽ നിന്നും മാറ്റി നിർത്തി. വളരെ മാനസിക വിഷമം അനുഭവിക്കുന്ന ആ കാലഘട്ടം കൽപ്പനയ്ക്ക് അധികം ഒന്നും നേരിടേണ്ടി വന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ കല്യാണം കഴിഞ്ഞു. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് കൽപ്പന തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയത്. 11ാം വയസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 6ഓ 7ഓ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് 10ഓളം പേർ വരുന്ന കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു അവളുടെ അവിടുത്തെ ജോലി. അവൾ തകർന്നു പോയി. ചെറിയ കുട്ടിയാണ്, അവൾക്ക് താങ്ങാവുന്നതിൽ അധികമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. ഈ കല്യാണം കഴിഞ്ഞ്
6 മാസങ്ങൾക്ക് ശേഷം അവളുടെ അച്ഛൻ അവളെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അയാൾക്ക് അയാളുടെ മകളെ അവിടെ കാണാൻ കഴിഞ്ഞില്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു മൃതശരീരത്തെയാണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൽപ്പനയെയും കൂടെ കൂട്ടിയിരുന്നു. കൽപ്പന തിരിച്ച് നാട്ടിലേക്ക് ചെന്നപ്പോ എങ്ങും കുത്തുവാക്കുകളാണ്. ഇവളുടെ കഴിവില്ലായ്മയാണ്, ഇവളുടെ കുറ്റം കൊണ്ടാണ്. സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാർ എന്തൊക്കെ പറയുന്നു അത്തരത്തിലെല്ലാം നാട്ടുകാർ അവളെ മാനസികമായി വിഷമിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അവൾ വെറുതെ ഇരുന്നില്ല കേട്ടോ. അവൾ ആ ഗ്രാമത്തിലെ സ്ത്രീകളുടെ ബ്ലൗസ് തയ്ച്ചു കൊടുക്കാൻ തുടങ്ങി, ഒരു ബ്ലൗസിന് 10 രൂപ എന്ന നിരക്കിൽ. പക്ഷെ എന്നാലും നാട്ടുകാരുടെ കുറ്റം പറച്ചിലും കുലീനതകൾ പറച്ചിലും ഒന്നും അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവൾ വിചാരിച്ചു, ജീവിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മരിക്കാൻ. ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾ വിഷം കഴിച്ചു. ഏതോ ഒരു അകന്ന ബന്ധു തക്ക സമയത്ത് കണ്ടതുകൊണ്ട് അവളെ ഹോസ്പിറ്റലൈസ് ചെയ്തു. ഡോക്ടർ 24 മണിക്കൂർ സമയം പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പാവം പെൺകുട്ടി അവിടെ മരിച്ചു. പക്ഷേ കരുത്തയായ, ജീവിതത്തോട് പൊരുതാൻ ഉറച്ച ഒരു പുതിയ കൽപ്പന അവിടെ ജനിച്ചു. അവൾ അച്ഛന്റെയും അമ്മയുടെയും സമ്മതം വാങ്ങി ബോംബെയിലുള്ള ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു വലിയ തയ്യൽ ഫാക്ടറിയിൽ ജോലിക്ക് കയറി ജീവിതം ഒരുവിധം സുഗമമായി അവൾ കരക്കടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെയും വിധി മറ്റൊന്നായി. അവളുടെ അച്ഛന്റെ ജോലി നഷ്ടപ്പെട്ടു, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട്. എന്നാലും ബോംബെയിൽ 40 രൂപ വരുന്ന ഒറ്റ മുറി വാടക വീട്ടിൽ അവൾ അച്ഛനെയും അമ്മയെയും സ്വന്തം കുടുംബത്തിലെ എല്ലാവരെയും അവൾ പോറ്റി. ഈ സന്തോഷവും അധികം നാൾ നീണ്ടു നിന്നില്ല. അവളുടെ ഒരു അനിയത്തി മാരകമായ ഒരു അസുഖം ബാധിച്ചു. ചികിത്സ പണമില്ലാത്തത് കൊണ്ട് ആ അനുജത്തി മരണപ്പെട്ടു. ഇത് അവൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. ഇനി ഒരിക്കൽ പോലും പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരരുതെന്ന് എന്ന് അവൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. ദിവസം 16 മണിക്കൂർ അവൾ ജോലിക്കായി മാറ്റിവെച്ചു. നടക്കാവുന്ന ബാങ്കുകളിലെല്ലാം നടന്ന് ചെറിയ ഒരു ലോൺ സംഘടിപ്പിച്ച് അവൾ ഒരു ബിസിനസ് തുടങ്ങി, ഒരു ചെറിയ ഫർണിച്ചർ ബിസിനസ്. പക്ഷെ അവൾ അതിൽ നിന്നും ആ നാട്ടുകാരുടെ റെപ്യൂട്ടേഷനിലേക്ക് വളരെയധികം നടന്നു നീങ്ങി. എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളായി. ഇതിൽ നിന്നെല്ലാം മിച്ചം വെച്ച പൈസ കൊണ്ട് അവളുടെ നാട്ടിൽ ചെറിയ പൈസയ്ക്ക് ഒരു വലിയ ഭൂമി വിൽക്കാനുണ്ടെന്നുള്ള വാർത്ത അവൾ കേൾക്കുകയാണ്. അങ്ങനെ അവൾ ആ ഭൂമി വാങ്ങിച്ചു. ലോൺ എടുത്തിട്ട് തന്നെയാണ് അവൾ ആ ഭൂമി വാങ്ങിച്ചത്. അവൾ സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള NGO സ്റ്റാർട്ട് ചെയ്തു. തയ്യൽ ബിസിനസ്സും ഫർണിച്ചർ ബിസിനസ്സും ഒക്കെയായി അവൾ വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് തന്നെ അവളുടെ ജീവിതം കരക്കടുപ്പിച്ചുകൊണ്ടിരുന്നു. പതിയെ ബാങ്ക് ലോണുകളെല്ലാം അവൾ അടച്ചു തീർത്തു. അങ്ങനെ ഇരിക്കെയാണ് കമാൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സംരംഭം അവളെ അന്വേഷിച്ചു വരുന്നത്. അവർക്ക് 3 കമ്പനിയുണ്ട്. 3 കമ്പനിയും നഷ്ടത്തിലാണ്. അത് പൂട്ടുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ശമ്പള പ്രശ്നം കൊണ്ട് തൊഴിലാളി സമരം ഒരു വശം, പിന്നെ ബാങ്ക് ലോണുകൾ, അങ്ങനെ 116 കോടിയുടെ ബാധ്യത ആ കമ്പനികൾക്കുണ്ടായിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് ആ കമ്പനി ഏറ്റെടുത്തു. വ്യാവസായിക മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. 7 വർഷം കൊണ്ട് വീട്ടിൽ തീർക്കാം എന്ന് പറഞ്ഞ കടം 1 വർഷം കൊണ്ട് അവൾ വീട്ടിൽ തീർത്തു. 3 വർഷം കൊണ്ട് കൊടുത്തു തീർക്കാമെന്ന് പറഞ്ഞ എല്ലാ ജീവനക്കാരുടെയും ശമ്പളം അവൾ 3 മാസം കൊണ്ട് കടം തീർത്തു. 2009 അവൾ തുച്ഛ ഭൂമിക്ക് വാങ്ങിച്ച വാല എന്ന സ്ഥലത്തേക്ക് ഈ കമാനി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന 3 സംരംഭങ്ങളും അവൾ പറിച്ചു നട്ടു. 2013 രാജ്യം അവളെ പത്മശ്രീ നൽകി ആദരിച്ചു. അവളുടെ പേരാണ് കൽപ്പന സരോജ്. കൽപ്പന ബ്ലൗസുകളുടെ കൂടെ തുന്നിച്ചേർത്തത് അവളുടെ ജീവിതം മാത്രമല്ല, പ്രതിസന്ധികളെ വെട്ടിമാറ്റാനുള്ള ഊർജം കൂടിയാണ്. ഇത് ഒരുപാട് സ്ത്രീകൾക്ക് മാത്രമല്ല, ജീവിതത്തോട് പടപൊരുതുന്ന ഒരുപാട് ആളുകൾക്ക് മാർഗദീപമാക്കി വെക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഈ സെഷന്റെ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ, കൽപ്പനയുടെ പരിസരം വൃത്തിയാക്കാതെ സൂക്ഷിച്ചിരുന്നെങ്കിൽ അന്നൊരു പ്രത്യേക നിമിഷത്തിൽ തീരുമാനമെടുത്തതുപോലെ പിന്നീടും അവൾക്ക് ജീവിതത്തിൽ പല തീരുമാനങ്ങളും തെറ്റായ രീതിയിൽ എടുക്കേണ്ടി വരുമായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രശസ്ത
ഫിലോസഫി ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് ചോദിക്കുകയാണ്, സർ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് സംസ്കാരം? സംസ്കാരത്തിന്റെ വ്യാഖ്യാനം എന്താണ്? ഇതിലിരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ? സംസ്കാരത്തിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഡെഫിനിഷൻ കൊടുക്കും? നല്ല മാറ്റമാണ് സംസ്കാരം. നല്ല മാറ്റമാണ് സംസ്കാരം. വെരി ഗുഡ്, താങ്ക് യു മാം. വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും? പാസ്റ്റ് മെമ്മറീസ്. വ്യക്തിയുടെയും പാസ്റ്റ് മെമ്മറീസ് ആണ് സംസ്കാരം. അത് സംസ്കാരം മറ്റൊരാളോടുള്ള നമ്മളുടെ പെരുമാറ്റം. മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ സംസ്കാരം. ഇതെല്ലാം വളരെ ഒരു നല്ല ഡെഫിനിഷൻ ആണ്. താങ്ക് യു, താങ്ക് യു. പറയൂ സർ. നമ്മളുടെ അസോസിയേഷൻ. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു സർ. ചിന്തകളും എല്ലാം, പെരുമാറ്റം, ചിന്തകളെല്ലാം അതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, സംസ്കാരമാണ്. അപ്പോ ഈ കുട്ടിക്ക് ഈ അധ്യാപകൻ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഒരാളുടെ തുടയെല്ല് പൊട്ടി അത് നേരെയാകുന്നതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യന്റെ തുടയെല്ല് പൊട്ടി അത് നേരെയാവുന്നതിനെയാണ് സംസ്കാരം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അതിന്റെ രത്ന ചുരുക്കം ഇതാണ്. സാധാരണ കാടുകളിൽ ജീവിക്കുന്ന വന്യജീവികളുടെ തുടയെല്ല് പൊട്ടിക്കഴിയുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് ഇര പിടിക്കാൻ പോകാൻ പറ്റില്ല, അവർക്ക് ഒരു അരുവിയിൽ പോയി വെള്ളം കുടിക്കാൻ പറ്റില്ല. അവരുടെ ജീവിതം തികച്ചും ദുസ്സഹമായിരിക്കും. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാലക്രമേണ അവർ ഈ തുടയെല്ല് പൊട്ടിയ ശേഷം അവര് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ തുടയെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാൾ ശുശ്രൂഷിക്കുകയും അവര് പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. അതാണ് തുടയെല്ല് പൊട്ടി ശരിയാകുന്നതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇപ്പോ നമ്മളുടെ ഈ കൂട്ടായ്മ അറിവിനെ വെളിച്ചമാക്കി സന്തുഷ്ട ബന്ധങ്ങളിലേക്ക്, സന്തോഷത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്, ജീവിത ലക്ഷ്യങ്ങളിലേക്കൊക്കെ നടന്നു നീങ്ങാൻ നമ്മൾക്ക് അറിയാവുന്ന അറിവുകൾ നമ്മൾ ഈ സമൂഹത്തിൽ വിതറുമ്പോൾ നമ്മുടെ സംസ്കാരം തന്നെയല്ലേ വെളിവാകുന്നത്. അപ്പോ നമ്മൾ നമ്മുടെ പരിസരം വൃത്തിയാക്കുകയും നല്ല സംസ്കാരമുള്ളവർ ആയിരിക്കാനും ഞാൻ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. എല്ലാവരെയായിട്ടും സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. വളരെ കുറച്ച് വാക്കുകളില് വളരെ എന്താ പറയാ, ചിന്തിക്കാൻ അല്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ ഒരുപാട് മനനം ചെയ്യാനുള്ള കുറെ ആശയങ്ങൾ മാമിന് നൽകാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു മാം, താങ്ക് യു. അപ്പൊ 2 സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ 3ാമത്തെ സെഷനായിട്ട് എത്തുന്നത് വയനാട്ടിൽ നിന്നാണ്. മാം ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. കൂടാതെ പാരന്റിങ് ക്ലാസ്സുകളിലൊക്കെ എടുക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ട്രെയിനിങ് മത്സരങ്ങളൊക്കെ വളരെ ആവേശത്തോട് കാണുകയും അതിനോടനുബന്ധിച്ച് തന്നെ കോച്ചിങ് അമ്മയുടെ സ്റ്റേജ് വാർ ഇതിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്നത്തെ അടുത്ത ട്രെയിനർ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫർസാന ജാബിർ മാം. ഫർസാന മാം, മൈക്ക് ഒന്ന് ചെക്ക് ചെയ്ത് പോകും. സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ, വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സിന് നന്ദി പറയാണ്. ഈ ഒരു അവസരം ഒരു 15 മിനിറ്റ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച്, ട്രെയിനേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ഇംപ്രൂവ്മെന്റ് ആഗ്രഹിച്ച് അതിന്റെ വഴിയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു 15 മിനിറ്റ് നമുക്ക് 15 ദിവസത്തോളൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് തന്ന ഇതിന്റെ കോർഡിനേറ്റേഴ്സിന് ഒരു വലിയ നന്ദി പറയാണ്. അതുപോലെ 2 സെഷൻസ് കഴിഞ്ഞു. നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് അത്രയും വേഗതയിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. സെഷൻസ് തുടങ്ങിയതും കഴിഞ്ഞതും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അതിലിങ്ങനെ മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഇരിക്കുകയായിരുന്നു അല്ലെ. അടിപൊളി സെഷൻസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അഥവാ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിൽ വരുന്ന ഒരു ടോപ്പിക് ലേൺ ഹൗ ടു സേ നോ എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. അപ്പം എല്ലാവരും ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആ കണ്ണുകള്. ഓക്കെ, എല്ലാവരും ഒന്ന് ചിരിച്ചേ, ആ ഒരു പുഞ്ചിരി. ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഫസ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇട്ട് തന്നുകൊണ്ട് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ആൻസർ ചെയ്യുമല്ലോ അല്ലെ? ഭയങ്കര എനർജറ്റിക് ആയിരിക്കുന്ന ആളുകളൊക്കെ ഓക്കെ, സൂപ്പർ. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ഉറ്റ സുഹൃത്തിന്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വിലയേറിയ ആ ഒരു സമ്മാനം എന്താണ് എന്നുള്ളതാണ്. എന്താണ്? പുഞ്ചിരി. നമ്മുടെ സമയം. ഓക്കെ, ഒരു ആൻസർ നമ്മുടെ സമയം എന്നുള്ളതാണ്. പിന്നെ മറ്റു ആൻസേഴ്സ് എന്തെങ്കിലും? പുഞ്ചിരി. പുഞ്ചിരി. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു വലിയ സമ്മാനം തന്നെയാണ് പുഞ്ചിരി, അല്ലെ? നമ്മുടെ ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉരുക്കി കളയുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഒരു നിധി തന്നെയാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത്. ഓക്കെ, സമയം കൊടുക്കാം, പുഞ്ചിരി, സ്നേഹം കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഏറ്റവും വാല്യൂ ചെയ്യുന്ന ഗിഫ്റ്റ് എന്താ? അവർക്ക് വേണ്ട സമയത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത്. ഓക്കെ സാർ, സുനിൽ സാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു ആൻസർ. കുറച്ചുപേരൊക്കെ പറഞ്ഞു, 4 പേര് പറഞ്ഞു. ബാക്കിയുള്ള 1-2 പേര് പറയുകയാണെങ്കിൽ ബി എ മിറർ. നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിന്റെ ആൻസർ ഈ ഒരു സെഷന്റെ അവസാനത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ കണ്ടുവച്ചിട്ട് ആൻസർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. മറ്റൊരു ചോദ്യം ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ദിവസം ഏതാണ്? നിങ്ങളുടെ ജീവിതത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ദിവസം ഏതാണ് എന്നുള്ളതാണ്. ആൻസേഴ്സ് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആ ദിവസം ഏതാണ്? ബർത്ത്ഡേ. ഓക്കെ, പിറന്നാൾ ദിവസം, വിവാഹ ദിവസം. ഓക്കെ, ഇത് രണ്ടേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം എവറി മോർണിംഗ് മാധവൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്റെ സെക്കൻഡ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെ? നമ്മളെ തന്നെ. കൂടുതൽ സ്നേഹിക്കുന്നത് ആരെ? നമ്മളെ നമ്മളെ തന്നെ, തന്നെ. മൈസെൽഫ് എന്നുള്ളതാണ്. ഓക്കെ, 3 ചോദ്യങ്ങളും നല്ല ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി. ദെൻ നെക്സ്റ്റ് ഒന്ന്, യെസ് ആൻഡ് നോ. ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുള്ളവയാണ് അല്ലേ? യെസ്, നോ. ഇതിൽ ഏതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്? യെസ് ആണോ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്? നോ ആണോ ഏറ്റവും കൂടുതൽ നോ പവർഫുൾ ആണ് പവർഫുൾ ആയിട്ടുള്ളത്. നോ നോ ആണ്. യെസ് നോ അല്ല. ആണ് പവർഫുൾ ആയിട്ടുള്ളത്. യെസ് ഉണ്ട്. ഓക്കെ, അപ്പോഴാണ് ഈ 2 ആൻസേഴ്സ് വരുമ്പോഴാണ് നമ്മുടെ സെഷന് കുറച്ച് കുറച്ച് എനർജി ആവുക. യെസ് ഉണ്ട്, നോ ഉണ്ട്. ഓക്കെ, സൂപ്പർ. ദെൻ ലാസ്റ്റ് ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സ്കില്ലുകൾ ഏതൊക്കെയാണ്? അറിയാവുന്ന സ്കില്ലുകൾ ഏതൊക്കെയാ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരു സ്കില്ലാണ് അല്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഓക്കെ, പിന്നെ മറ്റേതെങ്കിലും ഒരു സ്കില്ല്? പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു ഒരു ആൻസർ ആണത്. പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൂടിയാണത്. ഓക്കെ, ഇതിന് മറ്റു സ്കില്ലുകൾ ഏതെങ്കിലും? പേഷ്യൻസ്, ക്ഷമ. പേഷ്യൻസ്, ഇത് ഭയങ്കര വലിയ ട്രെയിനിങ് സ്കില്ലാണ്. ഓക്കെ, സ്കിൽ. ട്രെയിനിങ്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്കില്ലാണ് ട്രെയിനിങ് എന്നുള്ളത്. സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ. ഓക്കെ, കോംപ്രമൈസ് എന്നുള്ളത് മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ 1-2 സ്കില്ലുകൾ കൂടി. അറിവ്. അറിവ് എന്നാണോ പറഞ്ഞത്? കമ്മ്യൂണിറ്റീസിൽ പറഞ്ഞത്? ഓക്കെ. അപ്പം കുറച്ച് സ്കില്ലുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? ഓക്കെ, ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മൾ ഈ ചർച്ചയിൽ വന്നിട്ടില്ലാത്തൊരു സ്കില്ലാണ് റെഫ്യൂസൽ സ്കിൽ. കേട്ടിട്ടുണ്ടോ? റെഫ്യൂസൽ സ്കിൽ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കാരണം ഈ ഒരു ടേം ഞാൻ ഫസ്റ്റ് കേട്ട് തുടങ്ങിയിട്ടുള്ളത് ട്രെയിനിങ് ഫീൽഡിൽ ഒരു 2 വർഷത്തോളായിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ഇത് കേട്ടിട്ടുള്ളത് പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഇതുപോലെയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ്. അതുപോലെ ഒരുപക്ഷെ കേൾക്കാത്ത ആളുകൾക്ക് ഞാൻ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം, റെഫ്യൂസൽ സ്കിൽ എന്നുള്ളത്. ഓക്കെ, ഈ റെഫ്യൂസൽ സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ടു സേ നോ എന്നുള്ളത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ലൈഫില് നമ്മളടുത്ത് പല ആളുകളും പലതരത്തിലെ ഹെൽപ്പ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലേ? ഇതിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് യെസ് പറയാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് യെസ് പറയാറുണ്ടോ?
നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയും വ്യത്യസ്തമായിരിക്കും. ജീവിതത്തില് നമ്മള് നോ പറയാൻ മടിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ നോ എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളൊരു ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് നോ പറയാൻ മടിക്കുന്നത്? നമുക്ക് ജസ്റ്റ് ഒരു ചർച്ച രൂപത്തിൽ പോകാം. നോ പറയാൻ മടിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് വിഷമാവോന്ന് വിചാരിക്കും. നല്ല കുട്ടിയാവാനാണ്. യെസ്, ഒന്ന് ഞാൻ നല്ല ആളാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. രണ്ട്, നമ്മൾ പറഞ്ഞത് അവരെങ്ങനെ എടുക്കും, അപ്പൊ അവര് വിഷമാവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നോ പറയാൻ മടിക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് രണ്ട് കാരണങ്ങൾ, റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ട്. നമ്മൾ ഒരാൾ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്നാ പറയാ, നോ എന്ന് പറയുന്നില്ല സാർ. മാധവൻ സാർ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഏരിയ അല്ല അതെങ്കിലും യെസ് ഞാൻ ചെയ്യാം എന്ന് നമ്മൾ പറയാറില്ലേ? അതിന്റെ കാരണം അവരെ സഹായിക്കാനുള്ള സന്നദ്ധതയാണ്. സഹായിക്കാനുള്ള സന്നദ്ധത കൊണ്ട് നമ്മൾ നോ പറയാതെ, അല്ലെങ്കിൽ നോ പറയാതെ യെസ് പറഞ്ഞ് നമ്മൾ ഇത്രയോ റിസ്ക് എടുത്ത് ചെയ്തു കൊടുക്കും. ദെൻ രണ്ടാമത് പറഞ്ഞത് അവരെന്ത് വിചാരിക്കും എന്നുള്ളത്. മൂന്ന്, ഓമ ടീച്ചർ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു വെച്ചു, നല്ല പിള്ള, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ അത് ഹെൽപ്പ് ചെയ്യാൻ വരുന്നു എന്നുള്ള രീതിയിൽ എല്ലാത്തിനും ഞാൻ എല്ലായ്പ്പോഴും എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുള്ള ആളാണെന്നുള്ള കാണിക്കാൻ വേണ്ടി നമ്മളത് ചെയ്യും. പിന്നീട് എന്തെങ്കിലും മറ്റു കാരണങ്ങൾ, അയാളാ സഹായം അർഹിക്കുന്നുണ്ടെന്ന് കണ്ടാല് ഇനിയിപ്പോ ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല, എന്റെ ആ ഒരു സഹായം അവർക്ക് വലിയൊരു, അഥവാ എനിക്ക് ജസ്റ്റ് ചെറുതായി തോന്നുന്ന ആ ഒരു ഹെൽപ്പ് അവർക്ക് വലിയ ഹെൽപ്പായി തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഞാനിപ്പോ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഞാനും ഹെൽപ്ലെസ് ആയി പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട്. യെസ്, കർമ്മയിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇനി നാളെ എനിക്ക് ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ടാവുമല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ യെസ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാറുള്ളത്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ്. യെസ് പറഞ്ഞ് നമ്മൾ ആ കാര്യം ചെയ്തു കൊടുത്താൽ അത് നമുക്ക് 100% സാറ്റിസ്ഫൈഡ്, എല്ലാ സിറ്റുവേഷനിലും ഒരു 100% ഹാപ്പിനെസ് നമുക്ക് കിട്ടാറുണ്ടോ എന്നുള്ളത്. നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നു, നോ പറയാൻ ബുദ്ധിമുട്ടാണ്, യെസ് പറയുന്നു, കൂടെ കൂടി ചെയ്തു കൊടുക്കുന്നു, പക്ഷെ ഇത് 100% നമുക്ക് ഹാപ്പിനെസ് നൽകാറുണ്ടോ? ഇല്ല. ഫലം വെച്ചിക്കണ്ട. നൽകാറില്ല. ഇല്ല, നമുക്ക് പലപ്പോഴും ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ നോ പറയാൻ ലഭിക്കാറില്ല എന്ന് മടിക്കുന്ന മാത്രമല്ല, കാര്യം എന്ന് പിന്നീട് പറയുന്നത് കുറ്റബോധം തോന്നാറുമുണ്ട്. കുറ്റബോധം പിന്നീട് ആലോചിക്കും. തോന്നുന്നതിന്റെ അപ്പുറത്തേക്ക് യെസ് നമ്മൾ ഭയങ്കര സ്ട്രെസ് ആവുന്നു, നമ്മളെ വർക്ക് അവിടെ മാറ്റി വെക്കേണ്ടി വരുന്നു, അവർക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നു. പിന്നീട് ഏതെങ്കിലും ഒരു സിറ്റുവേഷന് നമ്മൾ അവരുടെ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവര് നമുക്ക് ചെയ്തു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? അന്ന് ഇയാൾക്ക് ഒരു വലിയ ഹെൽപ്പ് വന്നപ്പോ ഞാൻ ചെയ്തിരുന്നു അല്ലേ, എന്നാൽ ഇന്ന് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്ത പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് നോ പറയാൻ പറ്റാത്തതിന്റെ മെയിൻ കാരണങ്ങൾ ഒന്ന്, ജസ്റ്റ് വാണ്ട് പീപ്പിൾ ലൈക്ക് അസ്, ജനങ്ങൾ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളത് തന്നെ. രണ്ടാമത്തത്, വി ഡോണ്ട് വാണ്ട് ടു മിസ് ഔട്ട് ഓൺ എ റിലേഷൻഷിപ്പ്, സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ബന്ധങ്ങൾ വിട്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ചാൻസസ് വിട്ടുപോകാൻ പാടില്ല, ആ ഒരു രീതിയിൽ നമ്മൾ ചേർത്ത് വെക്കാൻ വേണ്ടി. ഇതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, യു ആർ അഫ്രൈഡ് ഓഫ് ബീങ് റൂഡ്. നമുക്കെതിരെ അവർ ഇനിയിപ്പം റൂഡ് ആയാലും, ഈവൻ ഒരു കമ്പനിയിലാണെങ്കിൽ കൂടി നമ്മുടെ ബോസ് നമ്മളടുത്ത് സംസാരിക്കുകയാണ്, ഒരു ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നോ പറയാൻ മടിക്കും. എന്തുകൊണ്ടാ? ഈവൻ ബീങ് റൂഡ് ആവോ എന്നുള്ള രീതിയിൽ. ദെൻ നമ്മൾ വുഡ് ലോവർ അവർ ബൗണ്ടറീസ്, നമ്മുടെ ബൗണ്ടറീസ് ലോവർ ചെയ്ത് പോകുന്നില്ല. ഈ ഒരു 4 കാരണങ്ങൾ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടും നോ പറയാന് മടിക്കുന്നത്. ഇനി ജീവിതത്തിൽ ഈ ഒരു റെഫ്യൂസൽ സ്കിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ഒരു റെഫ്യൂസൽ സ്കിൽ, ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് അത് ഇന്ന് എന്നേക്കാൾ നന്നായി ഇന്ന ആൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് അതിനെ റെഫ്യൂസ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. പക്ഷെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കുറച്ചുപേരൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ആ ഒരു നോ പറയേണ്ടതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? യെസ് പറഞ്ഞു കൂടെ കൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ട്രെസ്സായി നമ്മുടെ ആ ഒരു ഗോളൊക്കെ നമ്മൾ നഷ്ടപ്പെടുക എന്നതിലപ്പുറത്തേക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബൗണ്ടറീസിനെ നമുക്ക് ഹോണർ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അതാണ്, ഹോണർ അവർ ബൗണ്ടറീസ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അല്ലെ, പേഴ്സണൽ സ്പേസ്. നമുക്ക് നമ്മുടേതായിട്ടൊരു ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറീസിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ആരെന്ത് ചോദിച്ചാലും നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളത് ഫ്രീ ആയി അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സ്പേസ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് നമുക്ക് ഹോണർ ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. അപ്പം ഈ ഒരു റെഫ്യൂസൽ സ്കില്ല് നമുക്ക് ഉണ്ടാവേണ്ടതിന്റെ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്
ഹോണറിങ് അവർ ബൗണ്ടറീസ്. നമുക്ക് നമ്മുടെ ബൗണ്ടറീസിനെ ഹോണർ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു സ്കില്ല് ഉണ്ടാവുന്ന സമയത്ത്. സെക്കൻഡ് വൺ, ഫോക്കസ് അവർ ഗോൾസ്. നമുക്ക് നമ്മുടെ ഗോൾസിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളടുത്ത് മറ്റുള്ളവർ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യണ്ട എന്ന് ഇതിനെ കൊണ്ട് അർത്ഥാക്കുന്നില്ല. നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ദെൻ നമ്മുടെ ഒരു ബൗണ്ടറീസിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു സർട്ടൈൻ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ആ ഒരു സമയം നമ്മൾ മറ്റുള്ളവർക്ക് കൂടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ഇമ്പോർട്ടൻസ്, റിഫ്യൂസൽ സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ഹോണറിങ് അവർ ബൗണ്ടറീസ് എന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ, ഫോക്കസ് ഓൺ അവർ ഗോൾസ് എന്നുള്ളത്. നമ്മുടെ ഗോൾസിലേക്ക് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമ്മൾ നോ പറഞ്ഞേ പറ്റൂ, നോ പറയാൻ പഠിച്ചേ പറ്റൂ എന്നുള്ളത്. ദെൻ തേർഡ് വൺ, മെയിൻറ്റെയിൻ അവർ വിഷൻ എന്നുള്ളത്. നമുക്കൊക്കെ ഓരോ വിഷൻ ഉണ്ട് അല്ലേ? ഓരോ കാര്യത്തിനെ കുറിച്ചും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ പറ്റി നമുക്കൊരു വിഷൻ ഉണ്ട്. ആ വിഷനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആവശ്യമുള്ളിടത്തൊക്കെ നോ പറയാൻ വേണ്ടി പഠിക്കണം എന്നുള്ളത്. ഇതാണ് റിഫ്യൂസൽ സ്കില്ലിന്റെ മൂന്നാമത്തെ ഇമ്പോർട്ടൻസ്. ദെൻ നാലാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓൺ അവർ വർക്ക്. നമ്മുടെ വർക്കിൽ നമുക്ക് ക്വാളിറ്റി കൊടുക്കാൻ പറ്റും. നമ്മുടെ വർക്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നോ പറഞ്ഞേ മതിയാവൂ എന്നുള്ളത്. ഓക്കെ സാർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഈ ഒരു റിഫ്യൂസൽ സ്കില്ലിന്റെ കുറച്ച് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നോ പറയാൻ പറ്റാറില്ല ചില ഇടങ്ങളിലായിട്ട്. അപ്പൊ ആ ഒരു നോ പറയാൻ പഠിക്കുക എന്നുള്ളത് ഒരു റിഫ്യൂസൽ സ്കില്ലാണ്. അതൊരു സ്കില്ല് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോലെ, പ്രോബ്ലം സോൾവിങ് സ്കില്ല് പോലെ ഒരു സ്കില്ല് തന്നെയാണ് അത്. അപ്പൊ നമ്മളത് നേടിയേ പറ്റൂ. അതിന്റെ പ്രാധാന്യം, ആ ഒരു റിഫ്യൂസൽ സ്കില്ല് നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രാധാന്യം ഇന്ന കാര്യങ്ങളാണ് നമ്മൾ തൊട്ട് ചർച്ച ചെയ്തു അല്ലെ. ദെൻ ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, എങ്ങനെ നമുക്ക് നോ പറയാൻ പഠിക്കാം, എങ്ങനെ നമുക്ക് നോ പറയാം എന്നുള്ളത്. നോ പറയണമെന്നും നമുക്കറിയാം, പറയേണ്ടതിന്റെ പ്രാധാന്യവും നമുക്കറിയാം. ഇനി എങ്ങനെ നോ പറയാം എന്നുള്ളതാണ്. എങ്ങനെ നോ പറയാൻ പറ്റുക? ഒരാൾ നമ്മളോട് വളരെ ഹെൽപ്പ് വളരെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്നേഹത്തില് നോ പറയണം എന്നാണെങ്കിൽ നമ്മൾ ഫേം ആയിക്കൊണ്ട് നോ പറയണം വിത്ത് എക്സ്പ്ലനേഷൻ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. വൈ, എന്ത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. ഇപ്പൊ നമ്മളടുത്ത് ഒരു വർക്കിലാണെങ്കിൽ ഒരാൾ ഹെൽപ്പ് ചോദിക്കുന്നു, നമുക്ക് പറയാൻ പറ്റണം ഞാൻ ഒരു വർക്കിലാണ്, ഇത് ഇന്ന ദിവസം ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു രീതിയിൽ നമുക്ക് ഐ കാൺട്ട് അല്ലെങ്കിൽ ഐ നെവർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പാടില്ല. ആ ഒരു ക്ലിയർ കട്ട് ആയിട്ട് പറയണം. എന്നാൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കണം. ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വെക്കണം. ദെൻ സെക്കൻഡ് വൺ, സജസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഇതിനൊരു പകരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, പകരം ഇന്ന ആൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റും, എന്നേക്കാൾ നന്നായി ചിലപ്പോൾ ഇന്നത് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഒരു ഇന്ന ആളെ സമീപിച്ചാൽ, അല്ലെങ്കിൽ ഇന്നൊരു ഓഫീസിൽ സമീപിച്ചാൽ ഒരു 10 മിനിറ്റിന്റെ പരിപാടി അതുള്ളൂ. അത്ര ഒരു രീതിയിൽ ഓൾട്ടർനേറ്റീവ് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ സമയത്ത് നമുക്ക് നോ ബുദ്ധിമുട്ടാവുന്നില്ലല്ലോ. നമ്മൾ നോ പറയുകയാണെങ്കിലും അവരത് യെസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ യെസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷത്തിൽ അതിനെ ഏറ്റെടുക്കും എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ, യൂസ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്. നല്ല ഭാഷ യൂസ് ചെയ്ത് നമ്മൾ പറയാൻ പറ്റണം. എനിക്ക് കഴിയില്ല എന്നുള്ളതാണെങ്കിൽ കൂടി കഴിയും എന്നുള്ള രീതിയിലായിരിക്കണം അവർ ഉൾക്കൊണ്ട്, ആ ഒരു രീതിയിൽ നല്ലൊരു സൗമ്യതയിൽ നമുക്ക് നല്ല ഭാഷയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റണം എന്നുള്ളത്. അല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ച എന്താ ഉണ്ടാകുക? തീർന്നു അല്ലേ? ആ ഒരു റിലേഷൻ അവിടെ ക്ലോസ് ആവുക ചെയ്യുന്നത്. പകരം നല്ല ലാംഗ്വേജ് യൂസ് ചെയ്ത് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. ദെൻ ലാസ്റ്റ് വൺ, ലീവ് ഇഫ് നെസസറി. ആവശ്യമാണെങ്കിൽ നമ്മളും എല്ലാം അവിടുന്ന് മാറി നിൽക്കുക. നമ്മൾ പറ്റില്ല എന്ന് പറയാണ്, അവർ വീണ്ടും ചോദിക്കുകയാണ്, വീണ്ടും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. ഓക്കെ, ഇത്രയും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ ഒരു സ്കില്ല്, റിഫ്യൂസൽ സ്കില്ല്, അതുപോലെ ദി ഇമ്പോർട്ടൻസ് ഓഫ് റിഫ്യൂസൽ സ്കില്ല്, ദെൻ സ്ട്രാറ്റജി ടു റിഫ്യൂസ്, ഇങ്ങനെ റിഫ്യൂസ് ചെയ്യാന്നുള്ളതിന്റെ കുറച്ച് 4 സ്ട്രാറ്റജീസും. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ദെൻ ഫസ്റ്റ് ചോദിച്ച ആ ചോദ്യത്തിന്റെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വെച്ചത് എന്താ, നമ്മുടെ ഉറ്റ സുഹൃത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താന്നുള്ളത്. ഒരുപാട് ആൻസേഴ്സ് നിങ്ങൾ ഷെയർ ചെയ്തു. ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഫോർഗീവ്നെസ് തന്നെയാണ്. മുന്നേ ഷെമീന മാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്താ ഫോർഗീവ്നെസ്. നമ്മുടെ സുഹൃത്തിന് ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും, ഓക്കെ സാർ കൺക്ലൂഡ് ചെയ്യാണ്, അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നുള്ളത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡേ എന്ന് പറയുന്നത് എവറി മോർണിംഗ്. ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ട്, എല്ലാ ദിവസവും നമ്മൾ
പുതിയ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോഴേ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ ലോകത്തിൽ ഏറ്റവും നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് കമ്മ്യൂണിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലുള്ള ആളുകളുടെ അടുത്ത് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നെ തന്നെ എന്നുള്ളത്. കാരണം സ്വയം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്വന്തത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണല്ലോ. അപ്പൊ ഈ ഒരു 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ നിങ്ങളുടെ അടുത്ത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളത് പങ്കുവച്ചു. അതുപോലെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.